ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തലിൽ രൂക്ഷ പ്രതികരണവുമായി ഇറാൻ രംഗത്ത് വന്നു. ഖമനേയിയെ വധിച്ചാൽ അത് മൂന്നാം ലോക യുദ്ധത്തിന് കാരണമാകുമെന്ന് സുപ്രീം കൾച്ചറൽ റവല്യൂഷൻ കൗൺസിൽ അംഗം ഹസൻ റഹിംപോർ അസ്ഗാദി പറഞ്ഞു. ഇറാൻ പരമോന്നത നേതാവിനെ വധിച്ചാൽ അത് ആഗോളതലത്തിൽ പ്രധാന നേതാക്കളെ വധിക്കുന്ന ഒരു പരമ്പരയുടെ ഒരു സീരീസിന്റെ തുടക്കമാകും. അമേരിക്കയിലുള്ള നേതാക്കൾ പോലും അതിൽ പെട്ടേക്കാം. ഖമനേയിയെ അപായപ്പെടുത്താനുള്ള ഏത് ശ്രമവും നൂറ്റാണ്ടിലെ വലിയൊരു തെറ്റാകും. അമേരിക്കയും 5 ഭൂഖണ്ഡങ്ങളിൽ അവരുടെ സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ടുള്ള തിരിച്ചടികളായിരിക്കും പിന്നീട് നടക്കാൻ പോകുന്നതെന്നും അസ്ഗാദി പറഞ്ഞു. നേരത്തെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനിടെ ഖമനേയിയെ വധിക്കാൻ IDF പദ്ധതി ഇട്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ദൗത്യം നടത്താൻ പോലുള്ള തരത്തിൽ ഒരു അവസരം ലഭിച്ചില്ലെന്നും ഖമനേയിയെ വധിക്കാൻ തങ്ങൾക്ക് അമേരിക്കയുടെ അനുമതി ആവശ്യമില്ലെന്നും കാറ്റ്സ് ഒരു അഭിമുഖത്തിൽ പറയുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ജൂൺ 13-നാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, മിലിറ്ററി ബേസുകൾ, ഇന്റലിജൻസ് സൈറ്റുകൾ എന്നിവയായിരുന്നു ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഈ ആക്രമണത്തിന് മറുപടിയായി ഇറാനും തിരിച്ചടിച്ചിരുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന സൈനിക നടപടിയിലൂടെയാണ് ഇറാൻ തിരിച്ചടിച്ചത്. നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് ആ രാജ്യത്തേക്ക് എത്തിയിരുന്നു. 12 ദിവസത്തിന് ശേഷം അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇറാന്റെ മിസൈൽ വർഷത്തിൽ ശക്തമായ നാശം നേരിട്ടതോടെയാണ് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ കൊല്ലുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയത്. ഇറാൻ ഏകാധിപതിയുമായി ചർച്ചയില്ലെന്നും ഖമനേയി ഇനി ജീവിച്ചിരിക്കരുതെന്നും ആണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അന്ന് ഭീഷണി മുഴക്കിയത്. ബീർഷബയിലെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശം നേരിട്ടിരുന്നു. സൈനിക ആശുപത്രി ഉൾപ്പെടെ തകർന്നതായാണ് റിപ്പോർട്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ വലിയ നഷ്ടം സംഭവിച്ചതായി സൈനിക ആശുപത്രി ഡയറക്ടർ ജനറൽ സ്ലോമി കോഡേഷ് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഈ ഭീഷണി ഉയർത്തിയത്. ഇസ്രായേലിലെ ആശുപത്രികൾ ആക്രമിക്കാൻ ഖമനേയി വ്യക്തിപരമായി നിർദ്ദേശം നൽകിയതാണെന്നും ഇസ്രായേലിനെ തകർക്കുന്നത് ഒരു നേട്ടമായാണ് അദ്ദേഹം കാണുന്നതെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ ഇനി നിലനിൽക്കാൻ അനുവദിക്കില്ല എന്നുമാണ് ഇസ്രായേൽ കാറ്റ്സ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രായേലിനെ ഉത്തരവാദിയാക്കിയില്ലെങ്കിൽ മുഴുവൻ മേഖലയും അതിനപ്പുറവും കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മനുഷ്യാവകാശങ്ങളും മാനുഷിക നിയമങ്ങളും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്ക് ഇസ്രായേലിനെയും US-നെയും ഉത്തരവാദിയാക്കേണ്ടതിന്റെ പ്രാധാന്യവും അരാക്ചി ഊന്നി പറഞ്ഞിരുന്നു.